Dear students, welcome to English class. ഇന്ന് നാം പഠിക്കുന്നത് എ പോയം സ്റ്റാമർ ബൈ അവർ ബിലവഡ് പോയറ്റ് സച്ചിദാനന്ദൻ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ എഴുതുന്ന നൂതന ചിന്തകളുടെ അധിപനെന്ന് വിളിക്കാവുന്ന മലയാളത്തിൻ്റെ പ്രിയ കവി സച്ചിദാനന്ദൻ്റെ ഇംഗ്ലീഷ് കവിത സ്റ്റാമർ. എങ്ങനെയാണ് നാം അത് ഉൾക്കൊള്ളുക? സോ ടു ഐഡിയാസ്, ടു പെർസ്പെക്റ്റീവ്സ് ഓഫ് വ്യൂസ്. ഏതൊരു കാര്യത്തിനും രണ്ട് തരത്തിൽ നമുക്ക് വിലയിരുത്താം. ടു വ്യൂസ്, രണ്ട് ആംഗിളിൽ നിന്ന് നോക്കാം. യെസ്, ടേക്ക് ദ കേസ് ഓഫ് റോസ്. ഒരു പനിനീർപ്പൂവ്, വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ, സ്വീറ്റ് സ്മെല്ലിങ്. അപ്പോഴും എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് നാം വിലയിരുത്തുമ്പോഴും ചിലർ പറയുന്നു ബട്ട് തോണി ഡിഫക്റ്റാണ് പറയുന്നത്. ഓ, മുള്ളുണ്ടതിനന്ന്. They couldn't see the beauty of the flower, but the dark side or the painful side or the other part that is thorn. റോസിൽ മുള്ളു കാണുന്നവരുണ്ട് ഒരുപാട്. റോസിനെ കാണാതെ, ദ ഗ്രേറ്റ്നെസ് ഓഫ് റോസ് കാണാതെ തിരിച്ചു നോക്കൂ. ആ ചെടീനെ മാത്രം നോക്കൂ, പൂവില്ലാത്തപ്പോൾ. എ തോണി ബുഷ്, ഒരു മുൾച്ചെടിയാണത്, കാട്ടുചെടിയാണത്. ബട്ട് നോക്കൂ, സ്പ്രിംഗ് സീസൺ ആയാൽ നോക്കൂ, ഹാവിങ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഹായ്, കാട്ടുചെടിയാണെങ്കിൽ എന്താ, എന്ത് മനോഹരമായ പൂവാണ്. ഇവിടെ എന്താ പറഞ്ഞത്? മനോഹരമായ പൂവ്, ഓഹ്, പക്ഷെ മുള്ള്. ഇവിടെയോ കാട്ടുചെടിയാണ്, അതിനെന്താ, എത്ര സ്വീറ്റ് സ്മെല്ലിംഗ് ആണ്, നൈസ് ലുക്കിംഗ് ആണ് ഫ്ലവർ. സോ ദാറ്റ് ഈസ് വാട്ട് ടു പെർസ്പെക്റ്റീവ്സ്. അതേപോലെയാണ് ഒരു മനുഷ്യന്. ഇതാണ് ആ കാഴ്ചപ്പാട്. കണ്ടോളൂ, ഒരു മനുഷ്യൻ ഡമ്മാണെന്ന് കരുതുക. ഡം, മൂകം. ഡഫ്, ചെവി കേൾക്കാത്തത്. ബ്ലൈൻഡ്, കണ്ണ് കാണാത്തത്. ഗ്രേറ്റ് 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 ഹെലൻ കെല്ലർ, ട്രിപ്പിൾ ഹാൻഡിക്യാപ്പ്. ഡമ്മാവുമ്പോൾ നമ്മളെന്ത് പറയും? ഓ, കാണ്ട് സ്പീക്ക്. സപ്പോസ് വി പ്രപ്പോസ് എ മാരേജ്. അപ്പോൾ ആദ്യം വരുന്ന ഡിഫക്റ്റ് എന്താണ്? ആണാവട്ടെ പെണ്ണാവട്ടെ, ഓ നോ നോ, ഹീസ് ഡംബ്, ഹീസ് ഡംബ് ഓർ ഷീ ഈസ് ഡംബ്, ഷീ കാൺ സ്പീക്ക്. ഹൗ വി ക്യാൻ അഡ്ജസ്റ്റ്? എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക? പക്ഷേ ആ മനുഷ്യന് സംസാരിക്കുന്നു, സംസാരിക്കുന്ന മനുഷ്യനൊക്കെ സ്പീച്ച്, ബട്ട് സം ഡിഫക്റ്റ്. സംസാരിക്കുന്നുണ്ട് അയാൾ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, വളരെ നല്ല ആശയങ്ങൾ സംസാരിക്കുന്നുണ്ട്, ബട്ട് സം ഡിഫക്റ്റ്, സ്റ്റാമർ, വിക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആ രണ്ട് കാഴ്ചപ്പാടെടുക്കാം. ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ആൾ, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന വ്യക്തി പറയുന്നതൊക്കെ മോശം കാര്യങ്ങളാണെങ്കിലോ, ചിന്തിക്കുന്നതും മോശം കാര്യങ്ങൾ, പറയുന്നതും മോശം കാര്യങ്ങളാണോ? ദ വാട്ട് ദ യൂസ് ഓഫ് ഇറ്റ്? പക്ഷേ അല്പം വിക്കുണ്ട്. പറയുന്നത് അത്രയും അതിബൃഹത്തായ കാര്യങ്ങൾ. അവർ ഗ്രേറ്റ് EMS നമ്പൂതിരിപ്പാട് അല്പം വിക്കുണ്ടായിരുന്നു. പക്ഷേ പറയുന്നതൊക്കെ താത്വിക ചിന്തകളാണ്, ഗ്രേറ്റ് ഗ്രേറ്റ് ഐഡിയോളജിയാണ്. നിങ്ങളെങ്ങനെ വിലയിരുത്തും സ്റ്റാമറിനെ? അപ്പോൾ സ്റ്റാമറല്ല, ദ പേഴ്സൺ. ആ പേഴ്സൺ അയാളുടെ ജീവിതത്തിലെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ തരത്തിൽ പുറത്തേക്ക് വരുമ്പോഴുള്ള കണ്ണ്. നമ്മൾ കാഴ്ചയുണ്ട്, ചിലർക്ക് അല്പം കാഴ്ചക്കുറവുണ്ടെങ്കിൽ ക്യാൻ വി ഐഡൻറ്റിഫൈ? ഇല്ലല്ലോ. ചിലർക്ക് സാധാരണഗതിയിൽ ബുദ്ധി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അല്പം വീക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു വ്യക്തി നാം സ്മെല്ല്, ഗന്ധം,
ആർജിക്കുന്നത് പോലെ, ഗ്രഹിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥികൾ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്കറിയാവുമല്ലോ. അപ്പോൾ സംസാരത്തിൽ ഇത് എക്സിബിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫ്ലുവൻസി ഇല്ലായ്മ ഒരു കുറവാണെങ്കിൽ യഥാർത്ഥ സംസാരത്തിൽ ഫ്ലുവൻസി ഇല്ലാത്തവർക്കൊക്കെ കുറവില്ലേ? യഥാർത്ഥ സംസാരത്തിൽ ഫ്ലുവൻസി ഇല്ലാത്തവർക്കൊക്കെ കുറവില്ലേ? ഒരു വാക്കിന് മാത്രമാണോ പ്രശ്നം? അല്ലല്ലോ. തപ്പിത്തടഞ്ഞ് സംസാരിക്കുന്നവരില്ലേ? സംസാരിക്കാൻ ഒരാൾക്കൂട്ടത്തിന് മുന്നിൽ പോയി നിന്നിട്ട് തീരെ സംസാരിക്കാൻ പറ്റാത്തവർ മൂകരായിട്ട് നിൽക്കുന്നവരില്ലേ? അപ്പോൾ എന്താണ് സ്റ്റാമർ? വിക്ക്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ, മലയാളം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ കിട്ടാതെ ചിലപ്പോൾ ഏതോ ഒരു വോക്കൽ കോഡാണല്ലോ ശബ്ദം ഉണ്ടാക്കുന്നത്, വോക്കൽ കോഡിൻ്റെ ചെറിയ ഒരു ഡിഫക്റ്റ് കൊണ്ടൊരു വലിവ് കൊണ്ട് മലയാളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശയം കിട്ടുന്നുണ്ട്. മലയാളം എന്ന് പറഞ്ഞാൽ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് ഡിഫക്റ്റ് ഉണ്ട് അവിടെ ചിലപ്പോൾ. അത് ബോഡി ഡിഫക്റ്റ് മാത്രമാണ്, ഇൻ്റലക്ച്വൽ ഡിഫക്റ്റ് അല്ല, മൈൻഡ് ഡിഫക്റ്റ് അല്ല, ആ ബോഡിയിലുള്ള ഡിഫക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 4.5 അല്ലെങ്കിൽ 5 അടി മാത്രം ഉയരമുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആ സീറ്റിൽ ഇരിക്കുമായിരുന്നു. 5 അടി അല്പം ഉയരം മാത്രമുള്ള നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ലോകപ്രശസ്ത പ്ലെയറായി മാറുമോ? 5 അടിയും 2 ഇഞ്ചും മാത്രമുണ്ടായിരുന്ന നെപ്പോളിയൻ ബോണാപ്പാർട്ട് ലോകം മുഴുവൻ പിടിച്ചടക്കുമോ? സോ ബോഡി ഡിഫക്റ്റ് എന്ന് മറ്റുള്ളവർ കാണുന്നത് നേച്ചറൽ ഡിഫക്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ വെറും 2 അടിയോളം അത്രമാത്രമുള്ള ഉണ്ടപ്പക്രും മറ്റുള്ള നായകന്മാരെക്കാളും സിനിമാ നടന്മാരെക്കാളും അതിമാനുഷ്യനായിട്ട് മുന്നിൽ നിൽക്കുമോ? വെറും മെലിഞ്ഞ് അല്പം നമുക്ക് കാഴ്ചയ്ക്ക് ഒരു കാഴ്ചയിൽ പോലും കോമാളിത്തരം തോന്നുന്ന ചാർലി ചാപ്ലിൻ വിശ്വപ്രസിദ്ധ എന്ന് മാത്രമല്ല ലോക സിനിമയുടെ ഉപജ്ഞാതാവായി മാറുമായിരുന്നു. സോ പെർസ്പെക്റ്റീവ് ഈസ് ഡിഫറെൻറ്റ്. കോൺസെപ്റ്റിലാണ് വ്യത്യാസം. നോക്കാം, എളുപ്പം മനസ്സിലാകുന്ന കവിതയാണ് ഇനി നിങ്ങൾക്കിത് എളുപ്പം മനസ്സിലാവും. ദിസ് ഈസ് സ്റ്റാമർ. അപ്പോൾ സ്റ്റാമർ എന്ന് പറയുന്നത് ഭൗതിക പ്രകടനത്തിലെ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ്. ആൾക്ക് ചിന്തയ്ക്ക് പ്രശ്നമില്ല, സംസാരത്തിന് പ്രശ്നമില്ല, ആശയത്തിന് പ്രശ്നമില്ല, ബുദ്ധിക്ക് പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല. കണ്ടോളൂ, സ്റ്റാമർ ബൈ സച്ചിദാനന്ദൻ. സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്. യെസ്, ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്. ഇതൊരു അംഗവൈകല്യമല്ല. ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് ഹാൻഡിക്യാപ്പ്. അങ്ങനെ എടുക്കരുതേ. ഇതൊരു അംഗവൈകല്യമേ അല്ല. ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്, ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്, എ മെത്തേഡ് ഓഫ് സ്പീച്ച്, എ വേ ഓഫ് സ്പീച്ച്. ഇതൊരു സംസാര രീതിയാണ്. അപ്പം ചില സിനിമകളിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില പ്രത്യേക രീതിയിലുള്ള സംഭാഷണം. ജമീനിൽ കടപ്പുറത്തിന് കടാപ്പുറം എന്ന് പറയുമ്പോൾ അത് ആരാറാണോ? അല്ലല്ലോ, അത് അവരുടെ രീതി എങ്ങനെയാണ്. കൊങ്ങിണി ഭാഷയിൽ നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ അവർ പറയുന്നത് ആ ഭാവന ഉപയോഗിച്ചാണ്. അപ്പം നമുക്കത് രസകരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡിഫക്റ്റാണോ? അല്ലല്ലോ. ട്രൈബൽ ഏരിയക്കാരൻ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ, ബീച്ച് ഏരിയയിൽ താമസിക്കുന്നവൻ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ, പ്ലെയിൻ ലാൻഡിൽ താമസിക്കുന്നവൻ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്കത് ഡിഫക്റ്റായിട്ട് തോന്നില്ലേ? തൃശ്ശൂർക്കാരൻ നമ്മളോട് എന്തുട്ടാണ് കാട്ടണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡിഫക്റ്റായി തോന്നില്ലേ? ഈ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ അപ്പി എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഡിഫക്റ്റായി തോന്നില്ലേ? കോഴിക്കോട് വന്നിട്ട് മാമുക്കോയ എൻ്റെ പഹയ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഡിഫക്റ്റായി തോന്നില്ലേ? മറ്റുള്ളവർക്ക് ഡിഫക്റ്റായി തോന്നില്ലേ? എങ്കിൽ മാത്രമേ ആ കാഴ്ചപ്പാടിൽ നമുക്ക് സ്റ്റാമർ എടുത്തുകൂടൂ. സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, ഇറ്റ്സ് എ ഡിഫറെൻ്റ് വേ. അല്പം മുടന്തുള്ള ആളെ നടക്കുന്നില്ലേ,
ആ നടത്തത്തിനൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. ആ വ്യത്യാസം ഒരു ഡിഫക്റ്റ് അല്ല. ഹീ ഡസ് ഓൾ ദ തിങ്സ് ദാറ്റ് ഹീ ക്യാൻ ഡു ബെറ്റർ ദാൻ അതേഴ്സ്. നോക്കൂ. Then stammer is the silence that falls between the word and its meaning. ഒരു വാക്കും അതിൻ്റെ അർത്ഥവും തമ്മിൽ വാക്ക് കേട്ട് അർത്ഥം റിയലൈസ് ചെയ്യുന്നതിനിടയിൽ കടന്നു വരുന്ന നിശബ്ദതയാണ് വിക്ക്. കോ എന്ന് പറഞ്ഞാൽ കോഴി എന്നാവാം, പക്ഷേ കോ എന്ന് പറഞ്ഞാൽ കോഴിക്കോടെന്നാവാം, കോ എന്ന് പറഞ്ഞാൽ കോട്ടയെന്നാവാം. അപ്പം കോ എന്ന് പറഞ്ഞിട്ട് കോഴിയെന്നോ കോഴിക്കോടെന്നോ കോട്ടയെന്നോ പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ അത് കോഴിയാണോ കോഴിക്കോടാണോ കോട്ടയമാണോ എന്ന് റിയലൈസ് ചെയ്യുന്നതിന് മുൻപൊരു ചെറിയ വ്യത്യാസം വരുന്നു. എ സ്മോൾ ഗ്യാപ്പ് ദാറ്റ്സ് മെയ്ഡ് ഓഫ് എ സൈലൻസ്. അങ്ങനെ വാക്കും അർത്ഥവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വാക്ക് ഉച്ചരിച്ച് വാക്ക് കേൾക്കുന്നയാൾ കേട്ട് അയാൾ അർത്ഥം മനസ്സിലാക്കുന്നതിനിടയിലെടുക്കുന്ന ചെറിയൊരു സൈലൻസാണ് സ്റ്റാമർ. സോ സ്റ്റാമർ ഈസ് ഓൺലി എ സൈലൻസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഇൻ എ വേർഡ്. ഒരു വാക്കിന് ഉള്ളിൽ ഒരു കണം പോലെ ഒരു കണിക പോലെ തങ്ങി നിൽക്കുന്ന ഒരു നിശബ്ദത, അതാണ് വിക്ക്. ദാറ്റ് ഈസ് വാട്ട് ദ റെഫറൻസ് ഓഫ് സച്ചിദാനന്ദൻ. ഓക്കെ. സോ stammer is the silence that falls means happens between the word and the meaning. Just as lameness is the silence that falls between the word and the deed. ഏതുപോലെ നടത്തത്തിനിടയിൽ ലെയിംനെസ് വരുന്നത് പോലെ നമുക്ക് തോന്നുന്നു താളം പിഴച്ചു പോകുന്നു, പക്ഷേ അതിൽ പിഴയ്ക്കുന്നില്ല, അയാൾ വെക്കുന്നുണ്ട്. വീഴാൻ പോകുന്നൊരു സാധനം നമ്മൾ വീണ്ടും എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പാവാൻ പോകുന്നിടത്തു നിന്ന് നമ്മൾ വീണ്ടും റീകറക്റ്റ് ആവുന്നത് പോലെ. ദാറ്റ് ഈസ് ജസ്റ്റ് എ ഡീഡ്. അത്തരം ഒരു അവസ്ഥ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ വേർഡ്, നോട്ട് ഇൻ ദ കേസ് ഓഫ് വാക്ക്. ലെയിംനെസ് ആണെങ്കിൽ വാക്കിലാണ്, ഇവിടെ വേർഡിലാണ് സംഭവിക്കുന്നത്. അപ്പം വേർഡിൽ സംഭവിക്കുന്ന ഒരു സൈലൻറ്റ് ഡീഡാണ്, വേർഡിൽ സംഭവിക്കുന്ന സൈലൻറ്റ് ഡീഡാണ് സ്റ്റാമർ. കണ്ടോ? സമം സ്റ്റാമർ. ദാറ്റ് ഈസ് സ്റ്റാമർ. ഓക്കെ. നെക്സ്റ്റ് stanza. Did stammer precedes language or succeed it? And it has any connection with the language? English speaking, Hindi speaking, Malayalam speaking, Tamil speaking people, among all these groups we can see stammering people. ഇവർക്കിടയിൽ ഏത് ഭാഷയിലും കാണാം. അതുകൊണ്ട് ഭാഷ ഈ സ്റ്റാമർ എന്നതിനോട് അങ്ങനെ ബന്ധപ്പെടുത്തിക്കൊടു. പക്ഷേ ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? അതല്ല മാഷ് നേരത്തെ പറഞ്ഞ മാതിരി തിരുവനന്തപുരം ഡയലക്റ്റ് എന്ന് പറഞ്ഞ റീജിയണൽ യൂസേജ് ഓഫ് എ ലാംഗ്വേജ്. ഒരു ഭാഷ പ്രത്യേക സങ്കേതമായിട്ട് ഉപയോഗിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, എന്തുട്ടിന് കാട്ടിന് പറഞ്ഞ മാതിരി വടകര ഒരു ചെറിയ പ്രത്യേകത വാർത്ത കൂട്ടുക നക്കുക എന്ന് പറയും. കൂട്ടുക നക്കുക എന്ന് വെച്ചാൽ രുചി നോക്കുന്നേ പറയും. ആ കൂട്ടുകാരനൊന്ന് നക്കി നോക്കുന്നു. ഇത് കേട്ടാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു. ഇറ്റ്സ് എ റീജിയണൽ ഡയലക്റ്റ്. അതാണ് മാഷ് നേരത്തെ പറഞ്ഞത്. ചില പ്രത്യേക സങ്കേതങ്ങൾക്ക്, പ്രത്യേക ഇടങ്ങൾക്ക് പ്രത്യേക ഡയലക്റ്റ് ഉണ്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് എ ഡയലക്റ്റ് അറ്റ് ഓൾ. ഇതങ്ങനെ പ്രത്യേകിച്ചുള്ള ഡയലക്റ്റ് ഒന്നുമല്ല. ഒരു സ്റ്റാമറുള്ള ആൾ സംസാരിക്കുന്ന മാതിരിയല്ല മറ്റൊരാൾ സംസാരിക്കുന്ന മറ്റൊരു സ്റ്റാമറുള്ള ആൾ. ദേ ഹാവ് ദെയർ ഓൺ അറ്റംപ്റ്റ്. അവരവരുടെ ഒരു പ്രത്യേക ശ്രമമുണ്ട്. ആ ശ്രമത്തിൽ ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? അല്ല, നമുക്കിതിനെ ഒരു കേവലം ഡയലക്റ്റായിട്ടോ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രയോഗം പോലെയോ അല്ലെങ്കിൽ ഒരു ഭാഷാപ്രയോഗം പോലെയോ കണക്കാക്കാവോ? ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഈ ചോദ്യം കേട്ടാൽ ഭാഷാ പണ്ഡിതന്മാരും വിക്കും. അവർക്ക് ഉത്തരവില്ല, പെട്ടെന്ന് പറയാൻ പറ്റില്ല. ആണ് ലിംഗ്വിസ്റ്റ്സ്. ആരാണ് ലിംഗ്വിസ്റ്റ്സ്? ലാംഗ്വേജ് എക്സ്പേർട്സ് ആണ് ലിംഗ്വിസ്റ്റ്സ്.
ഭാഷാ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ട് ഭാഷയെ പഠിച്ചവർ. ഫോൺ, മാഷ് പറഞ്ഞു ഫോൺ ശബ്ദമാണ്. ഫോണറ്റിക് റിലേറ്റഡ് വിത്ത് സൗണ്ട്. ശബ്ദം, ഭാഷയിലെ ശബ്ദത്തെ പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്നവരാണ് ലിംഗ്വിസ്റ്റ്. അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അവരും വിക്കിപ്പോകും ഈ ചോദ്യം കേട്ടാൽ. ഈസ് ഇറ്റ് എ ലാംഗ്വേജ്? സ്റ്റാമർ ഈസ് എ ലാംഗ്വേജ് ഓർ സ്റ്റാമർ ഈസ് എ ഡയലക്ട്? ദേ കാൻറ്റ് ആൻസർ ഇറ്റ്. അവർക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. ഓക്കെ, എ ലാംഗ്വേജസ്. ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമറോട് ചോദിക്കും വൈ ബിക്കോസ് ഇറ്റ് ഈസ് അൺആൻസറബിൾ. ഇത് ഉത്തരം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ കോമൺ തിങ്. ഇതൊരു സർവ്വസാധാരണമായ കാര്യമല്ല, റയർ, അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ബട്ട് ദേ റിക്കവർ ഇറ്റ് ഇൻ ദെയർ ഓൺ വേ. ആ വ്യക്തി ഏത് ഡിഫക്റ്റ് ഉണ്ടായാലും, വ്യക്തിക്ക് ഏത് ഡിഫക്റ്റ് ഉണ്ടായാലും വ്യക്തിയുടെ രീതിയിലാണ് വ്യക്തി അതിനെ മറികടക്കുന്നത്. കണ്ണ് കാണാത്തവൻ കൈ ഇങ്ങനെ വെച്ച് നോക്കും പോലെ, അല്ലെങ്കിൽ ശബ്ദം ഒച്ചത്തിൽ പറയേണ്ടി വരുമ്പോൾ മുഖമൊക്കെ ചുളിയുന്ന പോലെ, നമ്മൾ ഉച്ചസ്ഥായിയിൽ പാട്ട് പാടുമ്പോൾ ചിലർക്ക് മുഖം ചുളിച്ചു പിടിക്കും പോലെ അവരതിനെ മറികടക്കുന്ന അങ്ങനെയാണ്. റെസിസ്റ്റൻസ്. ഈച്ച് ടൈം വി സ്റ്റാമർ. അങ്ങനെ സംസാരിക്കുന്നയാൾ ഓരോ തവണയും സംസാരിക്കുമ്പോൾ അതിലൊരു വിക്കുണ്ടാവും. അങ്ങനെ വിൽക്കുമ്പോൾ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ്. അത് സത്യത്തിൽ ഭാഷാദേവതയ്ക്കുള്ളൊരു സമർപ്പണമാണ് എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. ഇറ്റ്സ് എ സാക്രിഫൈസ്. ദേ സാക്രിഫൈസ് സംതിങ്. ദേ സാക്രിഫൈസ് ദ സൈലൻസ്, എ പ്രയർ ഓഫ് സൈലൻസ്. ഒരു നിശബ്ദമായ പ്രാർത്ഥന അതിനിടയിൽ നടക്കുന്നെന്ന്. ഓ മൈ സ്പീച്ച് ഗോഡസ് മേക്ക് മീ സ്പീച്ച്. എൻ്റെ ശബ്ദദേവതയെ എന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് നന്നായിട്ടിത് പറയാൻ. സീക്ക് എ പെർമിഷൻ വെൻ വി ഡു സച്ച് ഗ്രേറ്റ് തിങ്സ് വി ആർ ഗോയിങ് ടു ഡു. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഒരു മൗനത്തിൽ മനസ്സിൽ, അത് പ്രയർ എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ കീപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് വിളിക്കാം. അത് നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് ആവാഹിക്കലാണത്. നിങ്ങൾക്ക് എന്ത് പേരിലും വിളിക്കാം. പ്രയർ എന്നെങ്കിൽ പ്രയർ എന്ന് വിളിച്ചോളൂ, കീപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് അങ്ങനെ വിളിച്ചോളൂ, സെൽഫ് കോൺഷ്യസ് ആ സ്വയംബോധത്തിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒന്ന് വിളിച്ചോളൂ. എനിവേ ഇറ്റ്സ് എ സൈലൻസ്. അതൊരു നിശബ്ദതയാണ്. വി ക്യാൻ സീ അറ്റ് ദറ്റ് പ്ലേസ് ഓഫ് ഡെത്ത്. അത് മരിച്ച ഇടത്തിൽ കാണാം. ഗ്രേറ്റ് ഈവൻസ് സംഭവിക്കുമ്പോൾ, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഡോക്ടർ പറയുമ്പോൾ അവിടെ കാണാം സൈലൻസ്. സോ മൗനം, സൈലൻസ് ഈസ് എ ഗ്രേറ്റ് ലാംഗ്വേജ്. അതൊരു വൻ ഭാഷയാണ്. ലാംഗ്വേജ് ഓഫ് ദ മൈൻഡ്, മനസ്സിൻ്റെ ഭാഷയാണ്. ലാംഗ്വേജ് ഓഫ് ദ ഇൻ്റലിജൻസ്, ബുദ്ധിയുടെ ഭാഷയാണ്. ലാംഗ്വേജ് ഓഫ് certain rishis or pandits or something like that or non people. ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളിതിനെ പറ്റി പറയുക? ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ്. സാക്രിഫൈസ് മീൻസ് സമർപ്പണം, ത്യാഗം. ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. കണ്ട, അപ്പം ഗോഡ് എന്ന വാക്ക് കേട്ടിട്ട് ആരും ഞെട്ടിയിട്ട് ദൈവത്തിനെ പറ്റി പറയുന്നത് ഇവിടെ വാട്ട് യു കോൾ ഗോഡ്. നിങ്ങൾക്ക് എന്തിനേയും വിളിക്കാം. നിങ്ങളുടെ ഭക്ഷണം തരുന്ന വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്നവൻ്റെ മുന്നിൽ ഭക്ഷണമാണ് ദൈവമെന്ന്. ഇൻ ഫ്രണ്ട് ഓഫ് ഹംഗ്രി മാൻ ഫുഡ് ഈസ് ദ ഗോഡ്. അപ്പം ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ രൂപത്തിലാണ്. ഭക്ഷണം ചോറായിട്ടാണ്, അപ്പം ചോറിനെ ദൈവം എന്ന് വിളിക്കാനാ. അപ്പം ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്, ദ നീഡി തിങ്, മോസ്റ്റ് നീഡി തിങ്, ദാറ്റ് ഈസ് വാട്ട് വി സേ. അപ്പം ഒരു വാക്ക് എന്തിനാണ്? ദ വേർഡ് ഈസ് ഫോർ പ്രൊവൈഡിങ് മീനിങ്. വാക്ക് അർത്ഥം ലഭ്യമാക്കാനാണ്, അർത്ഥമാണ്. ദ ഇന്നർ ഓഫ് എ വേർഡ് ഈസ് മീനിങ്. ദ ആക്ച്വൽ ഇന്നർ പവർ, ആന്തരിക ശക്തി അതാണ്. ദ ട്രഷറി ഓഫ് നോളജ്, അറിവിൻ്റെ ആ ഭണ്ഡാരമാണത്. സൈലൻസ്, അവിടെ നിന്നാണ് അർത്ഥം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്, വെൻ എ ഹോൾ പീപ്പിൾ സ്റ്റാമർ ബിക്കംസ് ദെയർ മദർ ടങ്. നോക്കുക,
ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള ഈ സിനിമയിലൊക്കെ പറയുന്ന മാതിരി കഴുത്തുളുക്കുകളുടെ സമ്മേളനം എന്നൊക്കെ പറയുന്നത് മാതിരി, അല്ലെങ്കിൽ ബ്ലൈൻഡ് പീപ്പിളിൻ്റെ ഒരു മീറ്റിംഗ് എന്ന് പറയുന്ന മാതിരി സ്റ്റാമറിങ് പീപ്പിളിൻ്റെ ഒരു മീറ്റിങ്ങിനെ പറ്റി ആലോചിച്ച് നോക്കൂ. യെസ്, ഇമാജിൻ അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു മീറ്റ്സ് ഹു ഓൾ ഓഫ് ദം ആർ സ്റ്റാമറിങ് പീപ്പിൾ. ദെൻ സ്റ്റാമർ ഈസ് എ ലാംഗ്വേജ്. അവർ സംസാരിക്കുന്ന ഭാഷയിൽ എല്ലാവരും സംസാരിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ആദ്യത്തെ അക്ഷരത്തിലെ വിക്കോ, നടുവിലുള്ള വിക്കോ, അവസാനം വിക്കോ ഒക്കെ ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് വിക്കോ, ഇങ്ങനെയുള്ളവരുണ്ടാവും. വളരെ രസകരമായ കാര്യമാണ് ആലോചിച്ച് നോക്കാൻ. പക്ഷെ സങ്കടകരമായ കാര്യം ചിലപ്പോൾ. കാരണം അവരെ മറ്റുള്ളവർ ചിലപ്പോൾ അൺവാണ്ടഡായിട്ട് പരിഹസിക്കുന്നത് കാണുമ്പോൾ, ഏത് മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനോഹരമായ പന്നീർ പുഷ്പത്തെ ജവഹർലാൽജി അതിലുള്ളവരൊക്കെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കുട്ടികളും എല്ലാവരും ഇഷ്ടപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ട് പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല പന്നീർ പുഷ്പത്തിനെ? ഒരുപക്ഷെ ഇതിങ്ങനെ ആയിരിക്കാം, മുള്ളുള്ളത് കൊണ്ടായിരിക്കാം, ഡിഫക്റ്റാണ് ചുമത്തപ്പെടുന്നത്. ബട്ട് ആരാണ് ഭൂമിയിൽ പന്നീർ പൂ ഇഷ്ടപ്പെടാത്തവർ? എന്നാൽ പൂജയ്ക്കെടുക്കുന്ന പൂക്കളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരാരാണ്? അപ്പോഴത്തെ പെർസ്പെക്റ്റീവ് ഡിഫറെൻറ്റ് ഓഫ് വ്യൂ ആണ്. നോക്കൂ, ഇവിടെ നമുക്ക് കാണാം, സപ്പോസ് all the people in a group speaks like this with stammering, so stammering can be their language എന്ന് സച്ചിദാനന്ദൻ പറയുന്നു. അതുകൊണ്ട് when a whole people stammer becomes their mother tongue, just as it is with us now. All of us speak Malayalam, so Malayalam is our mother tongue. Certain people speak Tamil, so Tamil is their mother tongue. And certain people speak with stammer, so stammer is their mother tongue. That is the different concept of Sachidanandan. So stammer is not a defect. Perhaps it motivates some people to become better. ഒരു പക്ഷേ ആ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന ആ ചെറിയ ദൗർബല്യമാവും അത് അവരെ കൂടുതൽ ശക്തിപ്പെടുത്തും, നന്നായിട്ട് സംസാരിക്കാൻ, ചിന്തിച്ച് സംസാരിക്കാൻ. ലാസ്റ്റ് സ്റ്റാൻസ. God too must have stammered. ഒരുപക്ഷെ ദൈവവും വിക്കിയിട്ടുണ്ടാകാം വിക്കുള്ളവരെ സൃഷ്ടിക്കുമ്പോൾ. ദൈവവും അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. when he created man, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, അന്ധനെ സൃഷ്ടിക്കുമ്പോൾ കണ്ണടച്ച് പോയിട്ടുണ്ടാവാം, മൂകനെ സൃഷ്ടിക്കുമ്പോൾ മൗനം പാലിച്ചു പോയിട്ടുണ്ടാകാം, വിക്കനെ സൃഷ്ടിക്കുമ്പോൾ വിക്കിപ്പോയിട്ടുണ്ടാകാം. എ ക്രേസി ഐഡിയ. നോക്കൂ, ഇനി ദൈവം ഇങ്ങനെ വിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? വാട്ട് ഈസ് വൈ? യെസ്, ദാറ്റ്സ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്സ്. അങ്ങനെ വിൽക്കുന്നത് കൊണ്ടല്ലേ, മാറ്റിപ്പറയുന്നത് കൊണ്ടല്ലേ വാക്കിന് മാറ്റം വരുന്നത്. വാക്കിന് മാറ്റം വരുന്നത്. ടയർ എന്ന് കേട്ടാൽ TYRE ആണോ TIRE ആണോ? ടയർ ഒന്ന് ചക്രമാണ്, ഒന്ന് ക്ഷീണിക്കുക എന്നാണ്. ആൻഡ് വെൻ യു റിയലൈസ് ദ മീനിങ് കണക്റ്റിംഗ് വിത്ത് അതർ വേർഡ്സ് യു ഗെറ്റ് ഇറ്റ്സ് പെർഫെക്ഷൻ. അപ്പോൾ ഒരു വാക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പോലും സ്വാഭാവികമായിട്ട് അത് വിൽക്കുന്നുണ്ട് അർത്ഥം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹിയർ എന്ന് കേൾക്കുമ്പോൾ HERE എന്നാണോ HEAR എന്നാണോ? ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്. സന്ദർഭത്തിനനുസരിച്ചാണ്. സോ സ്റ്റാമറിങ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. സ്റ്റാമറും അങ്ങനെ തന്നെയാണ്, വിക്കും അങ്ങനെ തന്നെയാണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഓൾ ദി വേർഡ്സ് ഓഫ് മാൻ carry different meanings. That's why everything he utters, from his prayers to his commands, stammers like poetry. നിർത്തിയാണ്. ഫ്ലുവൻസി അല്ല അവിടെ ആവശ്യം. when we recite, when we speak important matters, സുപ്രധാന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിർത്തി സംസാരിക്കുമ്പോൾ അതിനിടയിൽ സൈലൻസ് വരാറില്ലേ? വാക്കുകൾക്കിടയിൽ സൈലൻസ് വരാറില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ വാക്കിനിടയിൽ സൈലൻസ് വന്നാലെന്താ? വാക്കുകൾക്കിടയിൽ സൈലൻസ് വന്നാലേ വാക്കുകൾ ശരിക്കും മനസ്സിലാവുള്ളൂ. അതുപോലെ ഒരു വാക്കിനിടയിൽ സൈലൻസ് വന്നാൽ എന്താ പ്രശ്നം? നമുക്ക് മനസ്സിലായാൽ പോരെ.
അയാൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരെ, മതിയല്ലോ. അത് മാൻ മെയ്ഡ് ഡിഫക്റ്റ് അല്ലല്ലോ, ദാറ്റ് പേഴ്സൺ മെയ്ഡ് ഡിഫക്റ്റ് അല്ലല്ലോ, ആ വ്യക്തി സൃഷ്ടിച്ചതല്ലല്ലോ. എന്നിട്ടും ആ വ്യക്തി അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നില്ലേ? വൈ കാണ്ട് വി അഡ്ജസ്റ്റ് വിത്ത് ഇറ്റ്? വൈ ഡു യു കോൾ ഹിം എ മാൻ ഓഫ് സ്റ്റാമർ? എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളെ സ്റ്റാമർ മാൻ എന്ന് വിളിക്കുന്നത്, വിക്കുള്ള ആളെന്ന് വിളിക്കുന്നത്? വേണ്ടല്ലോ, വേണ്ട. സ്റ്റാമർ ഈസ് നോട്ട് എ ഡിഫക്റ്റ്. ഇറ്റ്സ് എ നേച്ചുറൽ പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ സർട്ടൻ പേഴ്സൺ ഡ്യൂ ടു ദി വർക്ക് ഓഫ് അവർ വോക്കൽ കോർഡ്. ശബ്ദമുണ്ടാക്കുന്ന ചർമ്മപാളികളിൽ ഉണ്ടാകുന്ന ചെറു വ്യത്യാസം മാത്രമാണത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തൊക്കെ 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 ഡിഫക്റ്റ് ഉണ്ടാവും. വയറിനകത്ത് ക്യാൻസർ ഉള്ളതും ആർക്കെങ്കിലും അറിയാവുമോ? നമുക്ക് എവിടെ നിന്നാണ് കുഷ്ഠരോഗം വരുന്നത് നമുക്കറിയാവുമോ? എവിടെ നിന്നാണ് സ്ട്രോക്ക് വരുന്നത് നമുക്കറിയാവോ? എവിടെ നിന്നാണ് മറ്റ് അസുഖങ്ങൾ വരുന്നത് നമുക്കറിയാമോ? വി ക്യാരി ഇറ്റ്, നമ്മളത് ചുമന്ന് നടക്കുന്നില്ലേ. ബട്ട് സ്റ്റാമർ ദാറ്റ് കംസ് ഔട്ട്, അത് പുറത്തേക്കുള്ള ഒരു ചെറിയ അവസ്ഥയാണ്. അതുകൊണ്ടല്ലേ നിങ്ങളതിനെ കണ്ടുപിടിക്കുന്നത്. മനസ്സുകൊണ്ട് കാര്യങ്ങൾ പറയാൻ കഴിയാതെ മനസ്സുകൊണ്ട് വിൽക്കുന്നവർ, ബുദ്ധി കൊണ്ട് വിക്കിപ്പോകുന്നവർ അത്രയുണ്ട്. അതിനെ നിങ്ങൾ ഡിഫക്റ്റ് എന്ന് വിളിക്കാറുണ്ടോ? അപ്പോൾ ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സച്ചിദാനന്ദൻ, he says that, or he opines that അഭിപ്രായപ്പെടുന്നു, സ്റ്റാമർ ഈസ് നോട്ട് എ ഡിഫക്റ്റ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സാക്രിഫൈസിങ് ടു ദ ഗോഡസ് ഓഫ് മീനിങ്. അർത്ഥദേവതയെ പ്രീതിപ്പെടുത്താൻ, അർത്ഥം പൂർണ്ണമാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടുമുള്ള അവരുടെ ശ്രമമാണ്, സ്പീക്കറുടെ ശ്രമമാണ് ഈ സ്റ്റാമറിങ്. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ ഒരേ വാക്ക് വീണ്ടും വീണ്ടും പറയാറില്ലേ? നോ എന്ന് പറഞ്ഞിട്ട് തൃപ്തിയാകാഞ്ഞിട്ട് നോ നോ എന്ന് പറയാറില്ലേ? വൈ? വേണ്ട എന്ന് മലയാളത്തിൽ പറഞ്ഞു വേണ്ട 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 എന്ന് പറയാറില്ല. സ്റ്റാമർ അല്ല. എന്നാൽ ആക്ച്വലി ഇറ്റ് ഈസ് റിപ്പീറ്റേഷൻ. ഒരു വാക്കുകൊണ്ട് അർത്ഥം പൂർണ്ണമാണ്. അർത്ഥം പൂർണ്ണമാകാത്തപ്പോൾ നിങ്ങളതിനെ ആവർത്തിക്കുന്നു. യെസ്, അർത്ഥം പൂർണ്ണമാകാത്തപ്പോൾ, പൂർണ്ണമാക്കാൻ സാധിക്കാത്തപ്പോൾ certain people stammer. That's not a defect, and we have to realize it, and we have to appreciate them. Yes, let us wind up this poem here. Thank you.